നമ്മൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ കീറിയെടുത്തു. ഇനി ഇത് നമ്മളൊന്ന് റോളാക്കണം. അപ്പോൾ റോളാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം ചിലവർക്ക്. നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഈരിക്കിൽ വെച്ചിട്ട് ഈ ഈരിക്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റോൾ കിട്ടാം. എന്നിട്ട് ഈരിക്കിൽ മാറ്റിയിട്ട് നമുക്കിങ്ങനെ ചുറ്റി മാക്സിമം ലെങ്ത്തിൽ ഒരേ കട്ടിയിൽ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ എൻഡിൽ നമ്മൾ പശ തേക്കണം. അങ്ങനെയാണ് നമ്മുടെ ഈ പേപ്പർ കൊണ്ടുള്ള സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്. എന്നാണ് നമ്മൾ മെയിൻലി സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ഈ റോൾ ഉണ്ടാക്കിയതാണ്. ഇത്രയും പേപ്പർ കൊണ്ട് റോളുണ്ടാക്കി. ഇനി നമ്മൾ ഫസ്റ്റ് സൈക്കിളിൻ്റെ വീലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീലിനായിട്ട് ഞാനിവിടെ ഇതിൽ നിന്ന് ഒരൊറ്റ റോളിലുള്ള ഒരു സ്റ്റിക്കാണ് എടുക്കുന്നത്. ഒരൊറ്റ സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇനി ഈ ഒരൊറ്റ സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് സൈക്കിളിൻ്റെ റിങ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ചക്രം ഉണ്ടാക്കുന്നതിന് ആദ്യം സൈക്കിളിൻ്റെ ചക്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫ്ലവർ ബാസ്ക്കറ്റോട് കൂടിയിട്ടുള്ളൊരു സൈക്കിളാണ്. അപ്പം ആ സൈക്കിളിന് 3 വീലുണ്ടാവും. ബാക്കിൽ 2 വീലും ഫ്രണ്ടിൽ 1 വീലും. അപ്പോൾ അതിന് ആദ്യം 3 വീല് വേണം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒരു സിംഗിൾ സ്റ്റിക്ക് എടുക്കുന്നത്. ഈ സിംഗിൾ സ്റ്റിക്ക് ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിന് ഇത്രയും ഡയമീറ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ഇവിടെ ഇങ്ങനെ അമർത്തി ഫുൾ റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ചെടുത്തു. ഒരു 2 റൗണ്ടെങ്കിലും മിനിമം വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റിങ്ങുമ്മ വെച്ചിട്ട് നമ്മൾ കൊട്ട വയ്ക്കുന്നത്. അപ്പോൾ കൊട്ട താഴ്ന്നു പോകരുത്. അപ്പോൾ ഞാൻ ഈ ആദ്യം വെച്ച് കൊടുത്തന്നെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കണം. ഫെവിക്കോളാണ് ഒട്ടാൻ കുറച്ച് താമസമുണ്ട്. പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പേപ്പർ ഒട്ടിക്കാൻ എപ്പോഴും ഇതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് ഒരെണ്ണം കൂടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും സ്റ്റിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ റിങ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഊരിയെടുത്താൽ മതി. ഇങ്ങനെയാണ് റിങ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു റിങ്ങാണ് ഇത്. ഇപ്പം നമ്മുടെ റിങ് നന്നായിട്ട് ഒട്ടി. ഇതാണ് റിങ്ങിൻ്റെ രൂപം. ഇനി ഈ റിങ്ങിന് നമ്മൾ ഈ സൈക്കിളിനെ കണ്ടിട്ടില്ലേ, പൂക്കോട്ടയൊക്കെ വെക്കുന്നത് ഇങ്ങനെ കുറേ കമ്പികളുണ്ടാവുമല്ലോ. ഞാൻ ആ കമ്പികളാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ, ഇപ്പോൾ വലിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഉണ്ടാവും. പീസ് ഇവിടെ വയ്ക്കുക. ഇങ്ങനെ വെച്ചു. കറക്റ്റ് സെൻറ്ററിൽ കൂടെ കിടന്ന് വേണം. ഇപ്പം ഞാൻ ഫെവിക്കോളല്ല, ഫെവിക്വിക്കാണ് എടുത്തേക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തേക്കുന്നത്. ഒട്ടിച്ചു. ഇനി ഇത് നേരെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത്രയും വരും. ഞാൻ ഇവിടെ ഇങ്ങനെ അളവെടുത്തിട്ട് ഇതിങ്ങനെ ഇത്രയും റെഡിയായി. ഇനി ഏറ്റവും അവസാനത്തെ ഫിനിഷിങ്ങിൽ വരേണ്ടത് ഈ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ വലിയ പീസ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു അപാകത പോലെ തോന്നും, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോ കുഞ്ഞ് പീസ് കട്ട് ചെയ്യുക. കറക്റ്റ് ഇതിൽ ഫിറ്റ് ആവുന്ന തരത്തിലുള്ള കുഞ്ഞ് പീസസ് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റാവും. എന്നിട്ട് അങ്ങനെ എല്ലാം ഒട്ടിച്ച് 3 റിങ് റെഡിയായി. ഇനി അടുത്ത് ചെയ്യുന്ന നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ സംഭവമാണ്. ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് റൗണ്ടൊന്നുമല്ല, നല്ല റൗണ്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ചെറിയ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യാൻ നേരത്തെ വലിയ സ്റ്റിക്കാണ് എടുക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ചെറിയ സ്റ്റിക്ക് എടുക്കുന്നത്. ഈ ഒരു ചെറിയ സ്റ്റിക്ക് നമ്മൾ ആദ്യം ഈ റൗണ്ടിൽ ഫുൾ പശ തേക്കുക. പശ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച ശേഷം നമ്മുടെ ഓരോ സ്റ്റിക്കും ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടാവുമല്ലോ, സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക.
ആദ്യം നമ്മളിങ്ങനെ ഒരു ക്രോസ് മാനറിൽ ഒട്ടിക്കുക. ഇങ്ങനെ എല്ലാ സ്പേസിലും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് കൊട്ട ഉണ്ടാക്കുന്നത്. എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരിത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അതുപോലെ കുറേ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഉണങ്ങി അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഈ കൊട്ട നെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊട്ട ഉണ്ടാക്കുന്നതിന് ആദ്യം ഒരു സ്റ്റിക്കിൽ നമ്മൾ വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫിറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിപ്പം അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അടുത്തത് വരുമ്പോൾ ഇതിൻ്റെ പുറത്തൂടെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കൊട്ട നെയ്യേണ്ടത്. അപ്പോൾ കൊട്ടയ്ക്ക് ഒരു ഷേപ്പ് വേണമല്ലോ. ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഗ്ലാസ് ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. നമുക്ക് ഇനി നമ്മളിപ്പോൾ ഒരു സ്റ്റിക്ക് ഫുൾ ഞാൻ വീവ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഈ സ്റ്റിക്ക് തീർന്നു പോകുമല്ലോ നമ്മൾ വീവ് ചെയ്ത് കഴിയുമ്പോൾ. ഈ തീർന്നു പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് പോലെ കാണുമല്ലോ. ആ ഓപ്പണിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു സ്റ്റിക്ക് എടുക്കുക. ആ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ കൊട്ടയുടെ വീവിങ് ആണ് ഈ കാണുന്നത്. കുറച്ചും കൂടി ഹൈറ്റിൽ വേണം, നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ കൊട്ടയുടെ വീവിങ് ഏകദേശം പൂർത്തിയായി. ഇതാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വലിച്ച് കൊടുക്കുക. വലിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിക്ക് വരുന്നത്. വലിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കീറിപ്പോവരുത്. ഈ ഓരോന്നും നമ്മൾ വലിച്ച് കൊടുക്കുക. അപ്പം നല്ല ഫിറ്റിലിരുന്നോളും. കുറച്ച് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ആ ലൂസായിട്ടിരിക്കുന്നതെല്ലാം നല്ല ഫിറ്റിലായിക്കോളും. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി വന്നെല്ലാനും ഉള്ളിലോട്ടാക്കുകയാണ് ചെയ്തത്. അപ്പം ഇപ്പം നമ്മൾ ചിലത് നോക്കുവാണെങ്കിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയും കൊണ്ട് ഇത് അകത്തോട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് അകത്തോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു പിടുത്തം കിട്ടില്ലല്ലോ. അപ്പോൾ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിലുള്ളതോ ഒരു ചെറിയൊരു ഓപ്പണിങ് കൂടെ അതിന് ഉള്ളിലോട്ട് കിടത്തി. അപ്പോൾ നല്ല ഫിറ്റായിട്ട് അതിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പുറത്തേക്ക് വന്നേക്കുന്നതെല്ലാം ചെയ്തത്. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് കൊട്ട നമുക്ക് ഈ സൈക്കിളിൻ്റെ ഒന്ന് വയ്ക്കണം. ഇങ്ങനെ വരണോ, ഇങ്ങനെ രണ്ടെണ്ണം വയ്ക്കണമെങ്കിൽ ഈ രണ്ട് ചക്രത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു പാലം കൊടുക്കണം. അപ്പോൾ പാലം കൊടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റാം, കുറച്ച് ചെറിയ സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇതേ സംഭവം തന്നെ ഇപ്പുറത്തും കൊണ്ട് അറ്റാച്ച് ചെയ്യും. അപ്പം ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ കൊട്ട എത്രത്തോളം എങ്ങനെ ഇരിക്കും, ഇതും ഇരിക്കുമ്പോൾ ഈ ഒരു സ്പേസിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന കൊട്ട. അപ്പോൾ ഇവിടെ വെച്ച് മുറിച്ചാലാണ് നമ്മുടെ ഈ ചക്രം ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മുറിച്ച് ചക്രം ഫിറ്റ് ചെയ്യണം. അങ്ങനെ ചക്രം ഫിറ്റ് ചെയ്യാൻ പറ്റിയ രീതിക്ക് ഒരെണ്ണം മുറിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഞാൻ ഇത്ര എണ്ണം ഇവിടെ ഒട്ടിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഇതുമേക്കൂടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ കൊട്ട വന്നതിൽ ഇരിക്കുകയും ചെയ്യും. ഇനി ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടിയും നമ്മൾ പശ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പശ വെച്ച് കൊടുക്കുന്നത്. എന്നാലാണ് അടുത്ത ചക്രം ഒട്ടിക്കുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കുള്ളൂ, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കൊട്ടയുടെ പരിപാടി അത് വെച്ച് ചക്രത്തിൽ അത് ഫിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഹാൻഡിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്ക് ജസ്റ്റ് ഇതുമൊന്ന് ഫിറ്റ് ചെയ്യണം. നമ്മുടെ ഹാൻഡിലായല്ലോ. ഇനി ഈ ഹാൻഡിൽ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വെക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പീസും കൂടെ ഹാൻഡ് റെസ്റ്റ് വയ്ക്കാം. ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ പീസ് എടുത്താലും നന്നായിരിക്കും. ഇങ്ങനെ ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെയും ഫിറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്.
ലാസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന സൈക്കിളാണിത്. ഇതിലിപ്പോൾ ഞാൻ ചെയ്തത് ഫുള്ളൊന്ന് പെയിൻ്റ് അടിച്ചു. പിന്നെ ഈ നമ്മുടെ ഈ ഒരു ചക്രത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജോയിൻ്റ് കൊടുത്തു. പിന്നെ നമ്മുടെ കൊട്ട വെച്ചു. കൊട്ടയുടെ ഉള്ളിൽ വെച്ചേക്കുന്ന ഈ പൂവെന്ന് പറയുന്നത് നമ്മുടെ ഈ തുളസിയിലുണ്ടാവുന്ന പൂവില്ലേ, അതിൻ്റെ ആ പൂവാണ്. അതിൽ ഞാൻ ഇച്ചിരി ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചു. പിന്നെ ഇത് നമ്മുടെ മോട്ടറയാണ് കൊട്ടയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നത്.